ഹായ്, വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലവേഴ്സ്. എല്ലാവർക്കും ഐഷാസ് ഫ്ലവേഴ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പരിപ്പും മുരിങ്ങയും കറിയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ മലപ്പുറത്ത് എൻ്റെ വല്യമ്മ എപ്പോഴും ഉണ്ടാക്കുന്നൊരു കറിയാണ്. പിന്നെ കോഴിക്കോടും അങ്ങനെ തന്നെ. കോഴിക്കോട്ടിലെ വീട്ടിലുണ്ടാക്കുക വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാക്കും, ഒരേപോലെ തന്നെയാണ് അത് ഉണ്ടാക്കുന്നത്. പക്ഷെ അതൊരു സ്പെഷ്യലാണ്. നമുക്ക് എപ്പോഴും പരിപ്പും മുരിങ്ങയും വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം 2 ഗ്ലാസ് അരി ആണെങ്കിൽ ഒരു 2.5 ഗ്ലാസ് അരി നമ്മളോട്ടല്ല, കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള കറിയായിരിക്കും പരിപ്പും മുരിങ്ങയുള്ള കറിയുള്ളത്. അപ്പം നമുക്ക് ഇന്ന് പരിപ്പും മുരിങ്ങയും വയ്ക്കാം. ഞാൻ മണ്ണാർക്കാട് പോയിട്ട് വരുമ്പോൾ നല്ല മുരിങ്ങ കൊണ്ടുവന്നിരുന്നു. ഇവിടെ എറണാകുളത്താകുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ലുലുവിലൊക്കെ പോയി വാങ്ങണം. അത് വാടിയിട്ടൊക്കെ ഉണ്ടാവും, ചില സമയങ്ങളിൽ വാടിയിട്ടുണ്ടാവും. ഒരു ചെറിയ 3-4 ഇതിന് മാത്രം കൊടുക്കണം 50 രൂപയൊക്കെ നമ്മൾ ചില സമയങ്ങളിൽ. അപ്പോൾ നല്ല മുരിങ്ങ കിട്ടിയിട്ട് അപ്പോൾ നല്ലൊരു മുരിങ്ങക്കറി നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഇപ്പം നമുക്ക് ഇന്ധനത്തിന് ഭയങ്കര ക്ഷാമമാണ്. അപ്പോൾ അതുകൊണ്ട് ഒക്കെ ഇപ്പോൾ കുക്കറിലാണ് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. കുക്കറാണ് നമുക്കിപ്പോൾ കുക്കറിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിനകത്ത് പെട്ടെന്ന് ഞാനൊരു പരിപ്പ് വേവിച്ചെടുത്ത് പെട്ടെന്നൊരു കറി. കൂടുതൽ ഇന്ധനം ലാഭിക്കാൻ നോക്കുക, നമ്മൾ ഇന്ധനം കുറക്കാൻ നോക്കുക നമ്മൾ. വെച്ചാൽ അപ്പോഴേ നമുക്കിപ്പോൾ നമ്മൾ മാസം വാങ്ങുന്ന ഗ്യാസ് 2 മാസം 1 മാസം ഉപയോഗിക്കേണ്ട ഗ്യാസ് ഇപ്പം നമ്മൾ 2 മാസമൊക്കെ ഉപയോഗിക്കണം. അപ്പം അതുകൊണ്ട് നല്ലൊരു പരിപ്പും മുരിങ്ങയും കറി വയ്ക്കുക ഉച്ചയ്ക്ക് ചോറിന്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഒരു മാങ്ങയും ചക്കക്കുരുവും കറി, പിന്നെ സ്രാവ് പൊരിച്ചതും. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. തന്നെ ഇപ്പം ഞാൻ കാണിക്കുന്നത് ഒരു പരിപ്പും മുരിങ്ങയും കറിയാണ്. ഈ കറി കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത്